അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള ഫോക്കസ് അക്കാഡമിയിലെ കേട്ടറ്റ് പഠിതാക്കളെ, കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട സൈക്കോളജി ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അപ്പൊ പരമാവധി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷന്റെ ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഏതൊരു മത്സര പരീക്ഷയ്ക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ ക്വസ്റ്റ്യൻസ് മുമ്പേ വന്നിട്ടുള്ളത് ഏതൊരു രീതിയിലാണ്, ഇതിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് വരുന്ന ചോദ്യങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ സിലബസ് മനസ്സിലാക്കിയത് കൊണ്ടോ അതിന്റെ കണ്ടന്റ് പഠിച്ചത് കൊണ്ടോ കാര്യമില്ല എന്നല്ല, അതിനോട് കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരമാവധി കഴിയുന്ന അത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു മൈൻഡോട് കൂടി ഇരിക്കുക. പിന്നെ ഏതൊരു മത്സര പരീക്ഷയ്ക്കും നമ്മൾ ആദ്യം മൈൻഡ് സെറ്റ് ആണ് റെഡി ആക്കേണ്ടത്, അല്ലെ? നമ്മളെ മൈൻഡ് മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആയി നമ്മളെ കൊണ്ട് കഴിയും, കോൺഫിഡന്റ് ആയി നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് മുതിർന്ന വ്യക്തികളാണ്, അധ്യാപകരാണ്. അപ്പൊ നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും ജീവിതത്തിൽ. തിരക്കുകളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ എല്ലാവർക്കും എന്തുള്ളൂ, ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ. ആ ഉള്ള സമയം, ഉള്ള ദിവസം നമ്മൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം. നമ്മൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത നമ്മൾ, അല്ലെങ്കിൽ ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന നമ്മൾ എന്ത് ചെയ്യണം? ഇതായിരിക്കണം നമ്മുടെ മനസ്സിലെ പ്രിയോറിറ്റി. നമ്മൾ എന്തിനാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത് അതിന് നമുക്ക് സമയം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ. കാറ്റഗറി 3 സൈക്കോളജിയിൽ നിന്നും 40 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. കാറ്റഗറി 4 30 ചോദ്യങ്ങളും, അല്ലെ? കാറ്റഗറി 3 ആണെങ്കിൽ അഡോളസന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഈ ഭാഗങ്ങളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം കാറ്റഗറി 4 ചൈൽഡ് ഡെവലപ്മെന്റ്, പെഡഗോജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിൽ ഉള്ള ചോദ്യങ്ങൾ ഏകദേശം കോമൺ ആയി വരുന്ന ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ പ്രധാനമായിട്ടും ലേണിംഗ് തിയറീസ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഈ ഭാഗങ്ങൾ, ചൈൽഡ് ഡെവലപ്മെന്റ്, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം, അല്ലെ? ഒന്നാമത്തെ ചോദ്യം, നമ്മൾ രണ്ട് കാറ്റഗറിക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സൗകര്യാർത്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യവും ഓപ്ഷൻസും കൊടുത്തിട്ടുള്ള രീതിയിലാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് ആൻസർ, നിങ്ങൾക്ക് ഏതാണ് ഇതിൽ കറക്റ്റ് എന്ന് തോന്നുന്നത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, അല്ലെ? ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ് ഒന്നും പഠിക്കാത്തവരുണ്ടാവാം. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വായിച്ചിട്ട് ഏതാണോ തോന്നുന്നത് അത് മാർക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. സോ അക്കോർഡിംഗ് ടു പിയാഷെ, ഒബ്ജക്ട് പെർമനൻസ് ഡെവലപ്സ് ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ്? പിയാഷയുടെ തിയറി അനുസരിച്ച്, അല്ലെ, ഡെവലപ്മെന്റൽ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് പിയാഷെ. പിയാഷയുടെ അഭിപ്രായത്തിൽ ഒബ്ജക്ട് പെർമനൻസ് വികസിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അവിടെ ഉണ്ട് എന്നുള്ളത്. വളരെ ഇത് ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷന്റെ സമയത്ത് പറയാം. ഓക്കെ, ഓപ്ഷൻ എ പ്രീ ഓപ്പറേഷണൽ, ഓപ്ഷൻ ബി സെൻസറി മോട്ടോർ സ്റ്റേജ്, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അതിന്റെ മലയാളത്തിലുള്ള പേരും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പ്രാഗ് സംക്രിയ ഘട്ടം, സെൻസറി മോട്ടോർ ഘട്ടം, മൂർത്ത സംക്രിയ ഘട്ടം, ഔപചാരിക സംക്രിയ ഘട്ടം. അപ്പൊ ഒബ്ജക്ട് പെർമനൻസ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഏതൊരു ഘട്ടത്തിലാണ്? എല്ലാവരും മാർക്ക് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ തെറ്റിപ്പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. കാരണം എല്ലാവരും എന്താണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കുന്ന സ്റ്റേജിൽ തെറ്റലും എല്ലാം ഉണ്ടാവും. നമുക്കറിയാം, കുട്ടികള് വീണ് ആണ് നടത്താൻ പഠിക്കുന്നത്. അപ്പൊ അതൊന്നും ഒരു വിഷയമാക്കണ്ട. മറ്റുള്ളവര് കണ്ടാല് പ്രശ്നമാവോ മോശമാവോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഈ ഒബ്ജക്ട് പെർമനൻസ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാല് ഒരു വസ്തു കണ്ണിൽ നിന്ന് മറഞ്ഞാലും അത് അവിടെ ഉണ്ട് എന്നുള്ളത്. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്താണ്, ദിവസങ്ങളായ കുട്ടി അല്ലെങ്കിൽ പിന്നെ 1-2 മാസമൊക്കെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ അവരുടെ കൺമുന്നിൽ നിന്ന് മാറ്റിയാൽ പിന്നെ അത് കുട്ടി അത്ര അന്വേഷിക്കൂല. കുറച്ചുകൂടി കഴിഞ്ഞ്
ഒരു 5-6 മാസമായി കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആ ഒരു സമയത്ത് ഒബ്ജക്റ്റീവ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 0 to 2 years ആണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ പിന്നെ ഒളിച്ചേ കണ്ടേന്ന് കളിക്കൂലേ, കുട്ടിയുടെ മുന്നിൽ ഒരു സാധനം നമ്മൾ ഒളിപ്പിച്ചു വെക്കും, പക്ഷെ കുട്ടി അത് പിന്നെ അന്വേഷിച്ച് വരും അല്ലെ. ആ രീതിയിൽ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് ആണ്. അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ ഒരു കുഞ്ഞു പ്രായത്തിലാണ്, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇത് 4 പിയാഷെയുടെ ഡെവലപ്മെന്റൽ തിയറിയിലെ സ്റ്റേജുകളാണ്. അപ്പൊ അതിൽ സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഈ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കൺസെപ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD വാസ് പ്രപ്പോസ്ഡ് ബൈ. ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി ലെവ് വൈഗോട്സ്കി, ഓപ്ഷൻ സി ജെറോം ബ്രൂണർ, ഓപ്ഷൻ ഡി BF സ്കിന്നർ. ആരാണ്? എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, ആരാണ്? വൈഗോട്സ്കി. വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് ആണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം കുട്ടിക്ക് അവർ ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ്, അതും ഒരു പിന്നെ മുതിർന്ന വ്യക്തിയുടെ, അത് അധ്യാപകനാവാം, പാരന്റ് ആവാം, കൂടെയുള്ള സുഹൃത്തുക്കളാവാം, അവരുടെ സഹായത്തോട് കൂടിയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഗ്യാപ്പാണ് എന്ത് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ. അല്ലെ, നമ്മൾ ഒരുപാട് ഇന്റലിജൻസ് തിയറികൾ പഠിച്ചതാണ്, പഠിക്കാത്തവർ പ്രത്യേകം പഠിക്കുക. ഇന്റലിജൻസ് തിയറീസ് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ എ ചാൾസ് സ്പിയർമാൻ, ഓപ്ഷൻ ബി ഹോവാർഡ് ഗാർഡ്നർ, ഓപ്ഷൻ സി തേഴ്സ്റ്റൺ, ഓപ്ഷൻ ഡി ഗിൽഫോർഡ്. അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? യെസ്, ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഹൊവാർഡ് ഗാർഡ്നർ ആണ് അല്ലെ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറഞ്ഞാല്, ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് ഒറ്റൊരു ഫാക്ടർ അല്ല, ഒറ്റൊരു കൺസെപ്റ്റ് അല്ല. കുട്ടികളുടെ വിവിധ കഴിവുകൾ, ചില കുട്ടികൾക്ക് പാട്ട് പാടാനുള്ള കഴിവുകളായിരിക്കും, ചില കുട്ടികൾക്ക് കാൽക്കുലേഷനുള്ള കഴിവ്, ചിലർക്ക് മെമ്മറിക്കുള്ള കഴിവ്, ചിലർക്ക് മറ്റു എന്തെങ്കിലും ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം കൂടി കൂടിയതാണ് ഇന്റലിജൻസ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഹൊവാർഡ് ഗാർഡ്നർ. അധ്യാപകർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു തിയറിയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് തിയറി എംഫസൈസ് ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ? നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും പഠനം ഊന്നി പറയുന്ന സിദ്ധാന്തം ഏതാണ്? അതായത് നിരീക്ഷണത്തിലൂടെയാണ് അല്ലെങ്കിൽ അനുകരണത്തിലൂടെയാണ് പഠനം എന്ന പ്രക്രിയ നടക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്ഷൻ ബി ഓപ്പറന്റ് കണ്ടീഷനിങ്, ഓപ്ഷൻ സി സോഷ്യൽ ലേണിംഗ് തിയറി, ഓപ്ഷൻ ഡി ഇൻസൈറ്റ് ലേണിംഗ്. അപ്പൊ ഇതിൽ ഏത് തിയറിയാണ് ഈ ഒരു കൺസെപ്റ്റ് ഒബ്സർവേഷനിലൂടെയും ഇമിറ്റേഷനിലൂടെയുമാണ് പഠനം നടക്കുന്നത് എന്നുള്ളത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഏത് തിയറിയാണ്? വിവിധ പഠന സിദ്ധാന്തങ്ങൾ ഉണ്ട് അല്ലെ. ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ കേട്ടറ്റ് എക്സാമിന്റെ സിലബസിൽ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ലേണിംഗ് തിയറീസ്. അപ്പൊ ഈ ഒരു സംഗതി നിരീക്ഷണത്തിലൂടെയാണ്, അനുകരണത്തിലൂടെയാണ് പഠനം എന്ന് പറയുന്നത് ഏത് തിയറിയാണ്? എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. ഓക്കെ, ആൻസർ പറയട്ടെ. ഓപ്ഷൻ സി സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി, സാമൂഹിക പഠന സിദ്ധാന്തം. സോഷ്യൽ ലേണിംഗ് തിയറിയുടെ മറ്റൊരു പേരാണ് ഒബ്സർവേഷൻ ലേണിംഗ്. ഒബ്സർവേഷൻ ലേണിംഗ് എന്നൊരു പേരും സോഷ്യൽ ലേണിംഗ് തിയറിക്കുണ്ട്. ആ ഒരു തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികള് മുതിർന്ന വ്യക്തികളെ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചിട്ടാണ് അല്ലെങ്കിൽ അവരെ അനുകരിച്ചിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതിപ്പോ നമുക്കറിയാം, ചെറിയൊരു കുട്ടിയെ നമ്മൾ ഒരിക്കലും അക്ഷരമാല നമ്മൾ പഠിപ്പിക്കണ്ടോ? ഇല്ല. പക്ഷെ അക്ഷരമാല പഠിക്കാതെ തന്നെ നമ്മളെ നിരീക്ഷിച്ചിട്ട് നമ്മളെ അനുകരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ വീട്ടിലെ കുഞ്ഞുമക്കള് അവര് സംസാരിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും അവര് അനുകരിക്കുന്നുണ്ട് അല്ലെ. അതാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. പല പല തിയറികളുണ്ട്. എല്ലാം കൂടി നമ്മൾ ഈ ഒരു ഡിസ്കഷനിടയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. നമ്മൾ പരമാവധി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷന്റെ ഉദ്ദേശം. അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് ഒബ്സർവേഷനിലൂടെ മുതിർന്ന വ്യക്തികളെ നിരീക്ഷിച്ചിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അവരെ അനുകരിച്ചിട്ടാണ് പഠനം എന്ന പ്രക്രിയ നടക്കുന്നത്. Okay. Next question. The formula for calculating IQ.
IQ കണക്കാക്കാനുള്ള സൂത്രവാക്യം ഏതാണ്? IQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലിജൻസ് ക്വോഷ്യന്റിലെ ഇന്റലിജൻസ്, ഒരാളുടെ ഇന്റലിജൻസ്, ബുദ്ധി കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രവാക്യം ഏതാണ്? എല്ലാവരും മാർക്ക് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. എല്ലാവരും തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ CA/MA × 100, ഓപ്ഷൻ ബി MA/CA × 100, ഓപ്ഷൻ സി MA + CA, ഓപ്ഷൻ ഡി CA - MA. CA എന്ന് പറഞ്ഞാല് ക്രോണോളജിക്കൽ ഏജ്, MA എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ ഏജ്, ജനിച്ചത് മുതലുള്ള ആ പിന്നെ വർഷമാണല്ലോ നമ്മൾ ഏജിന് കണക്കാക്കുക, അതാണ് ക്രോണോളജിക്കൽ ഏജ്. മെന്റൽ ഏജ് എന്ന് പറഞ്ഞാല് അയാളുടെ മാനസിക വയസ്സ് എന്ന് പറയും. അയാൾക്ക് ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ അയാൾക്ക് എത്ര വയസ്സാണ് കണക്കാക്കുന്നത്, അതാണ് മെന്റൽ ഏജ്. ഓക്കെ, ആൻസർ പറയട്ടെ, എല്ലാവരും മാർക്ക് ചെയ്തോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, MA/CA × 100. ഓക്കെ, വില്യം സ്റ്റേൺ ആണ് ഈ ഒരു ഫോർമുല പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വില്യം സ്റ്റേൺ ആണ്. പിന്നെ അത് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? ലൂയിസ് ടെർമാൻ ആണ്. ലെവിസ് ടെർമാൻ ആണ് അത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. ഒറിജിനലി ഡെവലപ്ഡ് ബൈ വില്യം സ്റ്റേൺ. അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 1912 ഈ ഫോർമുല പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ MA/CA × 100 ആണ്. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവരുത്. അടുത്ത ചോദ്യം. ബിനെയോ? അതായത് ആൽഫ്രഡ് ബിനെയും പിന്നെ ലെവിസ് ടെർമാനും കൂടിയാണ് എന്ത് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇന്റലിജൻസ് സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ആണ് ഇവർ ഇത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്, ടെർമാന്. ഓക്കെ, ഒറിജിനലി ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇന്റലിജൻസ് സ്കെയിലിന് വേണ്ടിയിട്ട് ബിന്നെറ്റും അതുപോലെ ടെർമാനും കൂടി ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ബിനെ. ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ബിനെയാണ്. പിന്നീട് ഈ ലെവിസ് ടെർമാനും ബിനെയും കൂടി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇത് പോപ്പുലറൈസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അല്ലെ. അപ്പൊ അടുത്ത ചോദ്യം ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. The G factor and S factor theory of intelligence was proposed by. G factor and S factor theory of intelligence was proposed by. ബുദ്ധിയുടെ G factor S factor സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗാർഡ്നർ, ഓപ്ഷൻ ബി ഗിൽഫോർഡ്, ഓപ്ഷൻ സി ചാൾസ് പിയർമാൻ, ഓപ്ഷൻ ഡി തേഴ്സ്റ്റൺ. G factor എന്ന് പറഞ്ഞാൽ ജനറൽ ഫാക്ടർ, S factor എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഫാക്ടർ. ആ ഒരു തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഓരോരുത്തരും ബുദ്ധിക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഓരോ ഏരിയകളിലും സ്പെഷ്യൽ ആയിട്ട് ചിലർക്ക് പ്രത്യേക കഴിവുണ്ടാവും. അതിനെയാണ് എസ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ G ഫാക്ടർ എസ് ഫാക്ടർ എന്നുള്ള രണ്ട് കൺസെപ്റ്റുകൾ ആരുടെ ഇന്റലിജൻസ് തിയറിയിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ആരാണ് ആ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? എല്ലാവരും മാറ്റാൻ ശ്രമിക്കൂ. ഓക്കെ, ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക, തെറ്റിപ്പോകുന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം അല്ലേ. ഓപ്ഷൻ സി ആണ്, ചാൾസ് സ്പിയർമാൻ ആണ് എന്ത് ഈ 2 ഫാക്ടർ തിയറി എന്നാണ് സ്പിയർമാന്റെ തിയറിക്ക് പറയാ. എക്സ്ട്രാ പോയിന്റ് എഴുതിയെടുക്കുക 2 ഫാക്ടർ തിയറി. കാരണം G ഫാക്ടർ എസ് ഫാക്ടർ ഇങ്ങനെ 2 ഫാക്ടേഴ്സ് ആണ് ഇന്റലിജൻസിൽ ഉള്ളത് എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ചാൾസ് സ്പിയർമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസൈറ്റ് ലേണിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഉൾക്കാഴ്ച പഠനം എന്ന് പറയും ഇൻസൈറ്റ് ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉൾക്കാഴ്ച പഠനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തോണ്ടൈക്ക്, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി പാവ്ലോവ്, ഓപ്ഷൻ ഡി വോൾഫ്ഗാങ് കോഹ്ലർ. ഉൾക്കാഴ്ച പഠനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലേണിംഗ് തിയറിസ്റ്റുകളും അവരുടെ തിയറിയുടെ പേരും എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. കൺഫ്യൂഷൻ ഉള്ളവരെന്ത് ചെയ്യുക, ഒരു A4 പേപ്പർ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് തിയറിസ്റ്റിന്റെ പേര് ഒരു സൈഡിലും തിയറിയുടെ പേര് ഒരു സൈഡിലും എഴുതി വെച്ചിട്ട് നിങ്ങൾ സ്ഥിരമായി ഇടപഴകുന്ന എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക, കേട്ടറ്റ് എക്സാം കഴിയുന്നത് വരെയെങ്കിലും. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊന്ന് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഓപ്ഷൻ വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ കേട്ടതായിരിക്കും. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് 4 ഓപ്ഷൻ കാണുമ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് ടിപ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും.
പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിന്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ റിവിഷൻ ആണ് നമുക്ക് വേണ്ടത്. റിവിഷൻ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഒരു മെമ്മറി അവിടെ സ്ട്രോങ് ആയി വരുള്ളൂ. സാധാരണഗതിയിൽ പിന്നെ നമുക്കൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ എക്സാമിന് അപ്ലൈ ചെയ്യും, നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്യും, പരമാവധി എന്ത് ചെയ്യും, കണ്ടന്റ് എല്ലായിടത്തുനിന്നും കിട്ടുന്നതൊക്കെ കണ്ടന്റ് നമ്മൾ കളക്ട് ചെയ്യും അല്ലെ, പിന്നെ നോട്ട് എഴുതും. പക്ഷെ റിവിഷൻ ആരും സമയം പ്രത്യേകം കണ്ടെത്താറില്ല. അവിടെയാണ് നമുക്ക് ഈ കൺഫ്യൂഷൻസ് വരുന്നത്. ഒരുപാട് നമ്മൾ നോട്ട് എഴുതിയിട്ടുണ്ടാവും, ഒരുപാട് മെറ്റീരിയൽസ് കണ്ടെത്തിയിട്ടുണ്ടാവും. പിന്നെ ഓരോ കോച്ചിങ്ങുകൾ കേൾക്കുമ്പോൾ അവിടെ ഒന്ന് പോയി നോക്കും, ഇവിടെ ഒന്ന് പോയി നോക്കും അല്ലെ. കുറെ 2-3 കോച്ചിങ്ങുകൾ നമ്മൾ ഒരേ സമയം അറ്റൻഡ് ചെയ്യും. ബട്ട് ഈ റിവിഷൻ എന്നുള്ള സംഗതി നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ ബ്രെയിനിൽ ആ മെമ്മറി ബൂസ്റ്റ് ആയി റെഡി ആയി നിൽക്കുള്ളൂ. ഓക്കെ, അത് സാന്ദർഭികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാന്ന് നോക്കാം. ഓക്കെ, ഇൻസൈറ്റ് ലേണിംഗ് ആരാണ്? കോഹ്ലർ ആണ്. വോൾഫ്ഗാങ് കോഹ്ലർ ആണ് ഇൻസൈറ്റ് ലേണിംഗ് എന്നുള്ള തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ? അടുത്തത് കുറച്ച് വലിയൊരു ചോദ്യമാണ് അല്ലെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? ഇൻട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണം ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആന്തരിക പ്രചോദനം എന്ന് പറയും. ഓപ്ഷൻ എ സ്റ്റഡിയിങ് ടു വിൻ എ പ്രൈസ്, സമ്മാനം നേടാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഓപ്ഷൻ ബി സ്റ്റഡിയിങ് ടു അവോയ്ഡ് പണിഷ്മെന്റ്, ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി പഠിക്കുക. ഓപ്ഷൻ സി സ്റ്റഡിയിങ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, കൗതുകം കാരണം പഠിക്കുക. ഓപ്ഷൻ ഡി സ്റ്റഡിയിങ് ഫോർ മാർക്കിനായി പഠിക്കുക. ഇതിൽ ഏതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണം? അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് നമുക്ക് ലേണിംഗുമായി ബന്ധപ്പെട്ട് കേട്ടറ്റിന്റെ സിലബസിലുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു ചോദ്യ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യൂ. എല്ലാവരും ആൻസർ ചെയ്യൂ. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് പോകണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് നോക്കാനുണ്ട്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റഡിയിങ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, കൗതുകം കാരണം പഠിക്കും, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഗതിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു മാസ്ലോ, which is the most basic human need? Which is most basic human need? മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യകത ഏതാണ്? ഓപ്ഷൻ എ എസ്റ്റീം നീഡ്, ആത്മാഭിമാന ആവശ്യം. ഓപ്ഷൻ ബി ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്, സ്നേഹവും അംഗീകാരവും കിട്ടാനുള്ള ആവശ്യം. ഫിസിയോളജിക്കൽ നീഡാണ് ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത്, അതായത് ശാരീരിക ആവശ്യങ്ങൾ. ഓപ്ഷൻ ഡി സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഡി. ഇതിൽ ഏതാണ് ഏറ്റവും അടിസ്ഥാന ആവശ്യം? അല്ലെ, മാസ്ലോയുടെ തിയറി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള, ഇതുപോലെ സ്റ്റേജ് തിയറികൾ, ഇതുപോലുള്ള ഘട്ടങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു ഓർഡർ പ്രത്യേകം പഠിക്കുക. സ്റ്റേജ് ഡെവലപ്മെന്റ് തിയറീസിലും ലേണിംഗ് തിയറീസിലൊക്കെ സ്റ്റേജുകൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ സ്റ്റേജ് അതിൽ ആദ്യത്തെ സ്റ്റേജ് ഏതാണ്, അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജ് ഏതാണ്, സ്റ്റേജിന്റെ ഓർഡർ ഏതാണ്, ആ രീതിയിലൊക്കെയാണ്. അപ്പൊ ഈ ചോദ്യങ്ങളുടെ ഒരു നാക്ക് അല്ലെങ്കിൽ അതിലൊരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയാൽ ഏറെക്കുറെ നമുക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിൽ വെച്ചാൽ എക്സാം എഴുതുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്റ്റേജുകൾ 3-4 സ്റ്റേജ് ഉണ്ടെങ്കിൽ ആ സ്റ്റേജൊക്കെ പഠിക്കും. ഇന്ന സ്റ്റേജുകളൊക്കെ ഇന്ന ആളുടെ തിയറിയിലുള്ളത്. പക്ഷെ ആദ്യത്തേത് ഏതാണ് അല്ലെങ്കിൽ അവസാനത്തേത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു കാര്യം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്ന നീഡാണ് ശാരീരിക ആവശ്യം. അതായത് നമുക്ക് ശാരീരികമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വെള്ളം കുടിക്കുക, പിന്നെ ഭക്ഷണം കഴിക്കുക എന്നതുപോലെ ശരീരത്തിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി ഏത് ആവശ്യമുള്ളൂ അല്ലേ. നമ്മൾ കേട്ടിട്ടില്ലേ, പിന്നെ എന്താണ്
വിശന്നിരിക്കുന്ന സമയത്ത് നമ്മളോടൊന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. വലിയ വലിയ കാര്യങ്ങൾ പിന്നെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ വലിയ തിയറികൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിശപ്പ്, ദാഹം എന്നൊക്കെ പറയുന്ന ശരീരത്തിന് ബേസിക് നീഡുകൾ ആദ്യം സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി എന്ത് ആവശ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ അല്ലെ? അപ്പൊ അതാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. മാസ്ലോയുടെ തിയറി വളരെ പ്രധാനപ്പെട്ടതാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. വിച്ച് ലേണിംഗ് ഡിസബിലിറ്റി മെയിൻലി അഫക്ട് റീഡിംഗ് എബിലിറ്റി? വായനയെ പ്രധാനമായും ബാധിക്കുന്ന പഠന വൈകല്യം ഏതാണ്? വായനയെ പ്രധാനമായും ബാധിക്കുന്ന പഠന വൈകല്യം ഏതാണ്? ലേണിംഗ് ഡിസബിലിറ്റിയും പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനമുള്ളൊരു ഏരിയയാണ്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഓപ്ഷൻ എ ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ, ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ ആൻഡ് ഓപ്ഷൻ ഡി ഡിസ്പ്രാക്സിയ. ഓക്കെ, ഓരോന്ന് എന്താണ് നമ്മൾ ജസ്റ്റ് പറയാം. അപ്പൊ വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം ഏതാണ്? ഹലോ, അപ്പോ ഓപ്ഷൻ ബി ഡിസ്ലെക്സിയാണ് കറക്റ്റ് ആൻസർ. സോ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസമാണ് പഠനത്തിൽ വരുന്ന വൈകല്യം. പിന്നെ ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ, കാൽക്കുലേഷൻ കണക്ക് ചെയ്യുന്നതിലുള്ള പ്രയാസമാണ്. ഓപ്ഷൻ ഡി ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ അത് ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ്. ഫിസിക്കൽ മൂവ്മെന്റ്സിനെ കോർഡിനേഷനൊക്കെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രയാസമാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് പഠന വൈകല്യം എന്ന് പറയുന്നത് ഒരിക്കലും ബുദ്ധിയുടെ വൈകല്യം അല്ലെങ്കിൽ ബുദ്ധി മാന്യമല്ല. ഇവർക്ക് ആവറേജ് ഇന്റലിജൻസ് അല്ലെങ്കിൽ എബവ് ആവറേജ് ഇന്റലിജൻസ് ഉണ്ടാവും. പക്ഷെ ഇതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ചെറിയൊരു പ്രയാസത്തിനെയാണ് പഠന വൈകല്യം എന്ന് പറയുക. അപ്പൊ അടിവരായിട്ട് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് നോട്ട് മെന്റൽ റിട്ടാർഡേഷൻ. ക്ലിയർ ആയോ? ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ബുദ്ധി ഇല്ലാത്ത കുട്ടികളല്ല പഠന വൈകല്യം ഉള്ള കുട്ടികൾ. അവർക്ക് ആവശ്യത്തിനധികം ബുദ്ധി ഉണ്ടാവും. ചിലർക്ക് ആവറേജ് ഇന്റലിജൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. ബട്ട് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു മേഖലയിലുള്ള വൈകല്യമാണ് പഠന വൈകല്യം. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് IEP സ്റ്റാൻഡ്സ് ഫോർ. IEP എന്നതിന്റെ പൂർണ്ണ രൂപം ഏതാണ്? IEP എന്നതിന്റെ പൂർണ്ണ രൂപം ഏതാണ്? ഓപ്ഷൻ എ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രാക്ടീസ്, ഓപ്ഷൻ ബി ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ പ്രോഗ്രാം, ഓപ്ഷൻ സി ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഓപ്ഷൻ ഡി ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. ഓക്കെ, IEP എന്നതിന്റെ പൂർണ്ണ രൂപം. ഇതൊന്നും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നില്ല, ഫാസ്റ്റ് ആയിട്ട് പോവാണ്. ഓപ്ഷൻ സി ആണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് IEP എന്നതിന്റെ പൂർണ്ണ രൂപം. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ നെഗറ്റീവുകളും പോസിറ്റീവുകളും മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ IEP സ്റ്റാൻഡ് ഫോർ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റെക്കോർഡ് കണ്ടെയ്ൻസ് ദ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ഓഫ് എ ലേണർ? ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ പഠന ചരിത്രം ഉൾക്കൊള്ളുന്ന രേഖ ഏതാണ്? ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ പഠന ചരിത്രം ഉൾക്കൊള്ളുന്ന രേഖ ഏതാണ്? ഓപ്ഷൻ എ അനക്ഡോട്ടൽ റെക്കോർഡ്, ഓപ്ഷൻ ബി പോർട്ട്ഫോളിയോ, ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഓപ്ഷൻ ഡി റേറ്റിംഗ് സ്കെയിൽ. ഓക്കെ, ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ പഠന ചരിത്രം ഉൾക്കൊള്ളുന്നത് ഇത് ഏത് രേഖയിലാണ്? ആൻസർ പറയട്ടെ, എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ക്യുമുലേറ്റീവ് റെക്കോർഡാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് പോർട്ട്ഫോളിയോ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ പഠന ചരിത്രം, അതായത് ദാറ്റ് മീൻസ് സമഗ്രമായ ആ ഒരു ടേം ആണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിൽ ഓരോന്നും എന്താണ്? അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല് പ്രത്യേക ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്സർവേഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് സെലക്ടഡ് വർക്ക് ഷോയിങ് പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെന്റ്. കുട്ടികളുടെ അതിലെല്ലാ സമഗ്രമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ല, അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രൊജക്ട് വർക്കുകൾ, അവരുടെ ആക്ടിവിറ്റീസ് ഇതെല്ലാം ഫയൽ ചെയ്ത് വെക്കുന്നതാണ് പോർട്ട്ഫോളിയോ. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ യൂസ് ടു അസസ് സ്പെസിഫിക് ട്രെയ്റ്റ് സ്കില്ല്, കുട്ടികളുടെ പ്രത്യേക കഴിവുകളും അവരുടെ സ്വഭാവ വിശേഷങ്ങളും എല്ലാം പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ. അപ്പോ പോർട്ട്ഫോളിയോ ആണ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളത്. അപ്പോൾ എല്ലാം വേറിട്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അച്ചീവ്മെന്റ് പ്രോഗ്രസ് ഒക്കെ പിന്നെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് പോർട്ട്ഫോളിയോ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒരു സമഗ്രമായ പഠന ചരിത്രം.
അതായത് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കുട്ടിയുടെ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ്, അക്കാഡമിക്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ എല്ലാ സംഗതികളും മൊത്തത്തിൽ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ക്ലിയർ ആയോ? അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ആവുമ്പോഴാണ് ഓപ്ഷൻസ് കാണുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The theory of constructivism considers the teacher as a dash. നിർമ്മിതവാദ സിദ്ധാന്തം, ദാറ്റ് മീൻസ് കൺസ്ട്രക്റ്റിവിസം, അധ്യാപകന്റെ പ്രധാന പങ്ക് ഏതാണ്? ഈ ഒരു തിയറി അനുസരിച്ച്, കൺസ്ട്രക്റ്റിവിസം അനുസരിച്ച് അധ്യാപകന്റെ പ്രധാന പങ്ക് ഏതാണ്? ഓപ്ഷൻ എ കൺട്രോളർ, നിയന്ത്രിക്കുന്ന ഒരാൾ, നിയന്ത്രകൻ. ഓപ്ഷൻ ബി ഫെസിലിറ്റേറ്റർ, മാർഗനിർദ്ദേശകൻ. ഓപ്ഷൻ സി എക്സാമിനർ, പരീക്ഷകൻ. ഓപ്ഷൻ ഡി ലെക്ചറർ, പ്രഭാഷകൻ. ഏത് തിയറിയാണ്? നിർമ്മിതവാദ സിദ്ധാന്തം, ദാറ്റ് മീൻസ് കൺസ്ട്രക്റ്റിവിസം. അധ്യാപകന്റെ പ്രധാന പങ്ക് ഏതാണ്? ഏതാണ്? അധ്യാപകൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കണം? ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം അല്ലെ? കാര്യങ്ങളെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, ത്വരിതപ്പെടുത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് ഈസി ആക്കുന്ന ഒരു മാർഗനിർദ്ദേശകനായിട്ടാണ് നിർമ്മിതവാദ സിദ്ധാന്ത പ്രകാരം അധ്യാപകന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റിവിസത്തിൽ എന്താണ്? ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു റോളിലാണ് പിന്നെ അധ്യാപകൻ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ. ഒരിക്കലും കുട്ടികളെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുന്ന, അല്ലെങ്കിൽ പരീക്ഷണം നടത്തുന്ന, അല്ലെങ്കിൽ പരീക്ഷകൾ നടത്തുന്ന ഒരാൾ മാത്രമായിട്ടല്ല, അതോടൊപ്പം കുട്ടികൾക്ക് എന്ത് മാർഗനിർദ്ദേശം നൽകി അവരെ എന്ത് ചെയ്യണം? അവരെ എല്ലാ കാര്യത്തിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് അധ്യാപകനെ ഈ ഒരു തിയറിയിൽ കാണുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്. According to Gardner, which type of intelligence helps a person understand his or her own feelings and emotions? ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പ്രകാരം സ്വന്തം വികാരങ്ങളെയും ചിന്തകളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? അല്ലെ, നമ്മൾ പറഞ്ഞു ഗാർഡ്നറുടെ ഇന്റലിജൻസ് തിയറി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പ്രപ്പോസ് ചെയ്തത് ഹൊവാർഡ് ഗാർഡ്നർ ആണ് അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണത്. സ്വന്തം ഫീലിങ്സും ഇമോഷൻസും മനസ്സിലാക്കുക എന്നുള്ളത്, അതും ഒരു ബുദ്ധിയാണ്. ഓപ്ഷൻ എ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, വ്യക്തികൾ തമ്മിലുള്ള ബുദ്ധി. ഓപ്ഷൻ ബി ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ഭാഷാ ബുദ്ധി. ഓപ്ഷൻ സി ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, വ്യക്തിനിഷ്ഠ ബുദ്ധി. ഓപ്ഷൻ ഡി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, പ്രകൃതി ബുദ്ധി. ഓക്കെ, എല്ലാവരും തന്നെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ തന്നെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് അല്ലെ? അപ്പൊ നമ്മുടെ പഠിതാക്കളെല്ലാം വളരെ ഉഷാറാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അടിവരടുന്ന ഈ ഒരു ചോദ്യത്തിൽ നിന്നും. ഓക്കെ. അപ്പൊ ഇനി ആൻസർ കിട്ടാത്തൊരു ടെൻഷൻ ആവൊന്നും വേണ്ട. ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു എക്സാം ഇത്തവണ തന്നെ ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ പ്രത്യേകം പറയാനുള്ളത് കാറ്റഗറി 3-കാരോടാണ്. ഇവിടെ മലയാളത്തിൽ വ്യക്തിനിഷ്ഠ ബുദ്ധി എന്ന് കൊടുത്തപ്പോ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി. പക്ഷെ ഇംഗ്ലീഷ് മാത്രമാണ് നമ്മളെ കാറ്റഗറി 3-യിൽ ഉണ്ടാവുള്ളൂ, ഇംഗ്ലീഷ് ചോദ്യങ്ങൾ മാത്രം. കാറ്റഗറി 4-നാണെങ്കിലോ ഇംഗ്ലീഷും മലയാളവും ചോദ്യപേപ്പറിൽ ഉണ്ടാവും. അപ്പൊ ഈ മലയാളം കൊടുക്കാതെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൺഫ്യൂഷൻ വരും അല്ലെ? ഇത് വ്യക്തികൾ തമ്മിലുള്ള ബുദ്ധി, മറ്റേത് വ്യക്തിനിഷ്ഠ ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും. ഇംഗ്ലീഷ് മാത്രം കാണുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക്, ഒരാൾ അയാളുടെ ഉള്ളിലേക്ക് അയാളുടെ ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലാക്കുന്നതാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാല് പിന്നെ പരസ്പരം അല്ലെ, വ്യക്തികൾ പരസ്പരമുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനാണ് ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്. ഇമോഷണൽ ഇന്റലിജൻസ് EQ വാസ് പോപ്പുലറൈസ്ഡ് ബൈ. EQ, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ആശയം ജനപ്രിയമാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ഹൊവാർഡ് ഗാർഡ്നർ. ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാൻ. ഓപ്ഷൻ സി ആൽഫ്രഡ് ബിനറ്റ്. ഓപ്ഷൻ ഡി ചാൾസ് പിയർമാൻ. എല്ലാവരും മാർക്ക് ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, ആൻസറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻസർ പറയട്ടെ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഡാനിയൽ ഗോൾമാൻ ആണ്. ഇവിടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് സ്വന്തത്തിന്റെ ഇമോഷൻ മനസ്സിലാക്കാനും മറ്റൊരാളുടെ ഇമോഷൻ മനസ്സിലാക്കാനും സ്വന്തത്തിന്റെയും മറ്റുള്ളൊരു ഇമോഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്
സലോവി ആൻഡ് മേയർ എന്ന് പറയുന്ന രണ്ടാളുകളാണ്. പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ആ രീതിയിൽ ചിലപ്പോൾ ചോദിക്കൂട്ടോ. അത് പ്രപ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറിജിനലി കോയിൻഡ് ബൈ സലോവി ആൻഡ് മേയർ. പക്ഷെ ഇവിടെ ഡാനിയൽ ഗോൾമാൻ ആണ് എന്ത് ജനപ്രിയമാക്കിയത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം അത് ജനങ്ങളുടെ ഇടയിൽ ആ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തത്, പബ്ലിസിറ്റി കൊടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ പോപ്പുലറൈസ്ഡ് ബൈ എന്ന് ചോദിച്ചാൽ ഡാനിയൽ ഗോൾമാൻ ആണ്. ഫസ്റ്റ് ഒറിജിനലി കോയിൻഡ് ബൈ എന്ന് ചോദിച്ചാൽ ആരാണ്? പീറ്റർ സലോവി ആൻഡ് ജോൺ മേയർ ആണ്. അതായത് സലോവി ആൻഡ് മേയർ. ഓക്കെ, അടുത്ത ചോദ്യം. Each assessment is mainly used to identify learning difficulties in children. കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ പ്രധാനമായും ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയം ഏതാണ്? കുട്ടികളിലെ പഠന പ്രശ്നം കണ്ടെത്താൻ ഓപ്ഷൻ എ പ്ലേസ്മെന്റ് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഓപ്ഷൻ സി അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഇന്റലിജൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഏതാണ് പഠന പ്രശ്നം കണ്ടെത്താൻ പ്രധാനമായി ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയം? എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇന്റർവ്യൂന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി ടെസ്റ്റുകളാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ പഠന നേട്ടങ്ങളിലെ നമ്മൾ സ്കൂളിലൊക്കെ നടത്തുന്ന സാധാരണ പരീക്ഷകൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയും. ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധി നോക്കാൻ വേണ്ടിയാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞത് ഒരിക്കലും ബുദ്ധി വൈകല്യം അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത അവസ്ഥയല്ല എന്നുള്ളത്. അപ്പൊ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ചോദ്യം. റെമഡിയൽ ടീച്ചിങ് ഈസ് മെയിൻലി ഇന്റൻഡഡ് ടു. ഇന്ത്യൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? റെമഡിയൽ ടീച്ചിങ് പ്രധാനമായും ആർക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? റെമഡിയൽ ടീച്ചിങ്. ഓപ്ഷൻ എ ഗിഫ്റ്റഡ് ചിൽഡ്രൻ, പ്രതിഭാധനരായ കുട്ടികൾ. ഓപ്ഷൻ ബി ആവറേജ് ലേണേഴ്സ്, ശരാശരിയായിട്ടുള്ള വിദ്യാർത്ഥികൾ. ഓപ്ഷൻ സി സ്ലോ ലേണേഴ്സ്, പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവർ. ഓപ്ഷൻ ഡി ടീച്ചേഴ്സ്, ദാറ്റ് മീൻസ് അധ്യാപകർ. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റെമഡിയൽ ടീച്ചിങ് നടത്തുന്നത്? റെമഡിയൽ ടീച്ചിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് റെമഡിയൽ ടീച്ചിങ് നടത്തുന്നത്? റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് സ്ലോ ലേണേഴ്സിന് വേണ്ടിയിട്ട്, പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന പ്രത്യേക കോച്ചിങ്ങിനെയാണ് നമ്മൾ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുക. സ്ലോ ലേണേഴ്സിന്, പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് റെമഡിയൽ ടീച്ചിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലേണിംഗ് ഡിസബിലിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് റൈറ്റിംഗ് സ്കില്ല്? എഴുത്തുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം ഏതാണ്? ഇതെല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. എല്ലാവരും ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യുക മീൻസ് കറക്റ്റ് ആൻസർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇതിന് മുന്നേ വേറെ കാര്യം ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ്. സോ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന വൈകല്യം ഏതാണ്? ഓപ്ഷൻ എ ഡിസ്ലെക്സിയ, ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ ആൻഡ് ഓപ്ഷൻ ഡി ഡിസ്പാസിയ. എല്ലാവരും കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യൂ. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് പോകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഡിസ്ഗ്രാഫിയാണ് എഴുത്തുമായി ബന്ധപ്പെട്ടുള്ളത്. ഡിസ്ലെക്സിയ നമ്മൾ പറഞ്ഞു റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്കാൽക്കുലിയ കണക്ക് കൂട്ടുന്ന പ്രയാസമാണ്. സോ ഡിസ്ഫാസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ ഡിസ്പ്രാക്സിയ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഡിസ്ഫാസിയ പറഞ്ഞാൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡർ ആണ്. അത് പിന്നെ ബ്രെയിൻ ഡാമേജ് കൊണ്ട് അല്ലെങ്കിൽ ബ്രെയിനിൽ ട്യൂമറോ ഇഞ്ചുറിയോ സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ബ്രെയിനിൽ ഉണ്ടായി കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള പ്രയാസത്തിനെയാണ് ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഇതിലെല്ലാവരും തന്നെ പിന്നെ ആൻസർ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്ഗ്രാഫിയ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത്. IQ 140 കൂടുതലുള്ള കുട്ടികളെ സാധാരണ എന്താണ് വിളിക്കുന്നത്? IQ 140 കൂടുതൽ. ഓപ്ഷൻ എ സ്ലോ ലേണേഴ്സ്, പിന്നാക്ക പഠിതാക്കൾ. ഓപ്ഷൻ ബി ആവറേജ് ലേണേഴ്സ്, ശരാശരി പഠിതാക്കൾ. ഓപ്ഷൻ സി ഗിഫ്റ്റഡ് ചിൽഡ്രൻ, പ്രതിഭാധനരായ കുട്ടികൾ. ഓപ്ഷൻ ഡി ക്രിയേറ്റീവ് ലേണേഴ്സ്, സർഗാത്മക പഠിതാക്കൾ. അല്ലെ, പിന്നെ IQ വളരെ കൂടുതലുള്ള 140 കൂടുതലുള്ള കുട്ടികളെ എന്താണ് വിളിക്കുന്നത്? ഓക്കെ, കറക്റ്റ് ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് അല്ലെ. ഗിഫ്റ്റഡ് ചിൽഡ്രന്റെ IQ എന്തായിരിക്കും? 140 കൂടുതലായിരിക്കും. പ്രതിഭാധനരായ വിദ്യാർത്ഥികളാണ്
140 കൂടുതൽ ഐക്യു ഉണ്ടാവുക. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എയിംസ് ടു, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ടീച്ച് ഓൺലി ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നുള്ളതാണ് ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ, അവരെ മാത്രം പഠിപ്പിക്കുക. ഓപ്ഷൻ ബി, ടീച്ച് ചിൽഡ്രൻ സെപ്പറേറ്റ്ലി അക്കോർഡിംഗ് ടു ഡിസബിലിറ്റി, ഓരോ ഡിസബിലിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക. ഓപ്ഷൻ സി, എഡ്യൂക്കേറ്റ് ഓൾ ചിൽഡ്രൻ ടുഗദർ ഇറസ്പെക്റ്റീവ് ഓഫ് ഡിഫറൻസസ്, വ്യത്യാസം പരിഗണിക്കാതെ എല്ലാവരെയും പഠിപ്പിക്കുക. ഓപ്ഷൻ ഡി, അഡ്മിറ്റ് ഓൺലി ചിൽഡ്രൻ വിത്തൗട്ട് ഡിസബിലിറ്റി, ഡിസബിലിറ്റി ഇല്ലാത്ത കുട്ടികളെ മാത്രം പ്രവേശിപ്പിക്കുക. സോ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, മികവുറ്റ കുട്ടികളെ മാത്രം പഠിപ്പിക്കുക. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, വൈകല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വേർതിരിച്ച് പഠിപ്പിക്കുക. ഓപ്ഷൻ സി, വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് പഠിപ്പിക്കുക. ഓപ്ഷൻ ഡി, വൈകല്യമില്ലാത്ത കുട്ടികളെ മാത്രം പ്രവേശിപ്പിക്കുക. ഇത് ഏതാണ് കറക്റ്റ് ആൻസർ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഓപ്ഷൻ സി, എഡ്യൂക്കേറ്റ് ഓൾ ചിൽഡ്രൻ ടുഗദർ ഇറസ്പെക്റ്റീവ് ഓഫ് ഡിഫറൻസസ്, ദാറ്റ് മീൻസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ക്ലിയർ ആയോ? അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡിഫൻസ് മെക്കാനിസം? യെസ്, അടുത്ത പുലി വരുന്നത് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഡിഫൻസ് മെക്കാനിസം. നിങ്ങൾ ഒന്നും പഠിക്കാൻ സമയമില്ലെങ്കിലും, ഒന്നും പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ലെങ്കിലും എന്തായാലും നോക്കേണ്ട ഒരു ഏരിയയാണ് ഇത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരു ചോദ്യം എന്തായാലും വരും. താഴെ പറയുന്നതിൽ ഡിഫൻസ് മെക്കാനിസത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ, അസിമിലേഷൻ സ്വാംശീകരണം. ഓപ്ഷൻ ബി, റാഷണലൈസേഷൻ ന്യായീകരണം. ഓപ്ഷൻ സി, സ്കഫോൾഡിംഗ്. ഓപ്ഷൻ ഡി, റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇതിൽ ഏതാണ് ഡിഫൻസ് മെക്കാനിസത്തിന് ഉദാഹരണം? ആൻസർ പറയട്ടെ. ഓപ്ഷൻ ബി, റാഷണലൈസേഷൻ ആണല്ലേ, ന്യായീകരണം. അല്ലെ, കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന കേട്ടിട്ടില്ല ഞങ്ങള്? അതാണ് ഈ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാല്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈഗോ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഓട്ടോമാറ്റിക്കലായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ്, ഒരു പരിച എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? അത് അറിയാത്തവരുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊന്ന് റെഫർ ചെയ്തിട്ട് അത് പ്രത്യേകം വിശദമായിട്ട് പഠിക്കുക. കാരണം അത്രയും പ്രധാനപ്പെട്ട ഏരിയയാണ്. സ്ക്രീൻ കാണില്ല എന്നോ? അത് ചിലപ്പോൾ നിങ്ങളുടെ റേഞ്ചിന്റെ പ്രശ്നമാവോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് റീജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളതൊന്നും എന്തല്ല, ഡിഫൻസ് മെക്കാനിസം അല്ല, ലേണിംഗ് തിയറീസുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ് അസിമുലേഷൻ, സ്കഫോൾഡിംഗ്, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കട്ടോ. എന്താണ് ചോദ്യം? താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന് ഉദാഹരണം ഏതാണ്? ലേണിംഗിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അതിൽ പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള കൺസെപ്റ്റുകളാണ്. സോ ഇതിൽ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഏതാണ്? ഓപ്ഷൻ എ, സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ ബി, ഒരു ഭാഷയുടെ സ്വാധീനം മറ്റൊരു ഭാഷയുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്നു. ഓപ്ഷൻ സി, കവിത മനഃപ്പാഠമാക്കുന്നത് ഗണിത പഠനത്തെ കുറക്കുന്നു. ഓപ്ഷൻ ഡി, പുതിയ കഴിവ് പഠിക്കുമ്പോൾ പഴയ പഠനം മറക്കുന്നു. ഇതിനേതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന് ഉദാഹരണം? ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ലേണിംഗ് ടു റൈഡ് എ ബൈസിക്കിൾ ഹെൽപ്പ് ഇൻ ലേണിംഗ് ടു റൈഡ് എ മോട്ടോർ സൈക്കിൾ. അല്ലെ, ഒരു പഠനം മറ്റൊരു പഠനത്തെ ത്വരിതപ്പെടുത്തുകയാണ്, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായാണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അടുത്ത ചോദ്യം, വിച്ച് സൈക്കോളജിസ്റ്റ് പ്രപ്പോസ് ദ സ്പൈറൽ കരിക്കുലം? സ്പൈറൽ കരിക്കുലം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ, ജീൻ പിയാഷെ. ഓപ്ഷൻ ബി, ജെറോം ബ്രൂണർ. ഓപ്ഷൻ സി, ജോൺ ഡിവി. ഓപ്ഷൻ ഡി, വൈഗോർസ്കി. എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും മാർക്ക് ചെയ്യാൻ ശ്രമിക്കട്ടെ. ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇന്ററാക്റ്റീവ് സെഷൻസ് ഒക്കെ ഉപകാരം ഉണ്ടാവുള്ളൂ. പാസീവായി കേട്ടിരിക്കരുത്. ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കറക്റ്റ് ആൻസർ ആരാണ്? ബ്രൂണർ ആണ് അല്ലെ. ബ്രൂണറുടെ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? സ്പൈറൽ കരിക്കുലം. സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഏതൊരു സബ്ജക്റ്റ് ആയാലും അത് കുട്ടികളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ഡെപ്തിൽ അതിന്റെ കോംപ്ലക്സിറ്റിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ അല്ലെ. ഇപ്പൊ ഗുരുത്വാകർഷണം എന്ന് പറയുമ്പോൾ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കും ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതൊരു കൺസെപ്റ്റ് ആയിക്കോട്ടെ,
ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ഒരു 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും നമ്മൾ അത് ഡിഫറെന്റ് കോംപ്ലക്സിറ്റിയിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡെപ്തിലാണ് അതിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെ. അതാണ് സ്പൈറൽ കരിക്കുലത്തിന്റെ മെയിൻ ആയിട്ടൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ബ്രൂണർ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഒബ്സർവേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പണന്റ് ഓഫ് വിച്ച് ലേണിംഗ് തിയറി. ഒബ്സർവേഷൻ നിരീക്ഷണം എന്ന് പറയുന്നത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ പ്രധാന ഘടകമാണ്? ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്ഷൻ ബി ഓപ്പറന്റ് കണ്ടീഷനിങ്, ഓപ്ഷൻ സി സോഷ്യൽ ലേണിംഗ് തിയറി, ഓപ്ഷൻ ഡി ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി. ഓക്കെ, ഇതെല്ലാവരും തന്നെ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ തന്നെയാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്, സോഷ്യൽ ലേണിംഗിലാണ് ഒബ്സർവേഷൻ അതുപോലെ ഇമിറ്റേഷൻ പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് ഇതിനെ ഒബ്സർവേഷൻ ലേണിംഗ് എന്നും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം സെയിം, അവിടെ ഇമിറ്റേഷൻ എന്നുള്ള ടേമും കൂടി ഉണ്ടായിരുന്നു. ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ അല്ലെ, നിരീക്ഷണവും അനുകരണവും എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു. ഇത് ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Bobo-Doll experiment was conducted by. ബോബോഡോൾ എക്സ്പെരിമെന്റ് ആരാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി ആൽബർട്ട് ബന്ദുറ, ഓപ്ഷൻ സി ഇവാൻ പാവ്ലോവ് ആൻഡ് ഓപ്ഷൻ ഡി എഡ്വേർഡ് തോണ്ടേക്ക്. ആരാണ്? ഓക്കെ, ബോബോഡോൾ എക്സ്പെരിമെന്റ് ആൽബർട്ട് ബന്ദുറയാണ്. ഈ ബോബോഡോൾ എക്സ്പെരിമെന്റ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഒബ്സർവേഷൻ ലേണിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഇമിറ്റേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മോഡലിനെ ഒബ്സർവ് ചെയ്തിട്ടാണ്. ആ മോഡൽ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആവാം, പാരന്റ്സ് ആവാം, വേറെ ആരെങ്കിലും ആവാം, പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകള് എല്ലാം ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു മോഡലിനെ ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് ഒബ്സർവേഷൻ ലേണിംഗ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ആൽബർട്ട് ബന്ദുറ നടത്തിയ എക്സ്പെരിമെന്റ് ആണ് ബോബോ ഡോൾ. ഒരു ഡോളിനെ ഒരു റൂമിൽ വെച്ചു. ഒരു മുതിർന്ന വ്യക്തി എന്ത് ചെയ്തു? ഈ ഡോളിനെ ഹിറ്റ് ചെയ്തു, അതിന് അക്രമങ്ങൾ ചെയ്തു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു? ഈ ഡോളിനെ ഈ ഒരു സംഗതി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഒരു ഡോളിനെ ഇവർ നിർത്തിയപ്പോ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതെല്ലാം ഒബ്സർവ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഡോളിനെ ഇവര് ആക്രമിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആ എക്സ്പെരിമെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ബോബോ ഡോൾ എക്സ്പെരിമെന്റ്. അപ്പൊ ഒബ്സർവേഷൻ ലേണിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ആൽബർട്ട് ബന്ദുറ നടത്തിയ എക്സ്പെരിമെന്റ് ആണ് ബോബോ ഡോൾ എക്സ്പെരിമെന്റ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്തത് ഏതാണ്? സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഡിസ്ലെക്സിയ, ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ ഡി ഓട്ടിസം. നമ്മുടെ ഫോക്കസിന്റെ പഠിതാക്കളൊക്കെ മിടുക്കരായി വരുന്നുണ്ട്. കറക്റ്റ് ആൻസറിന് എല്ലാവരും മാർക്ക് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. ഓക്കെ, ഞാനിനി ആൻസർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? ഓട്ടിസം ആണ് അല്ലെ. ബാക്കി മൂന്നും എന്താണ്? സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതാണ്. ലേണിംഗ് ഡിസബിലിറ്റി ആണ് മൂന്നും കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ അത് ലേണിംഗ് ഡിസബിലിറ്റി അല്ല, അത് ആ ഒരു കണ്ടീഷൻ ആണ്. സോഷ്യൽ ഇന്ററാക്ഷന് ബുദ്ധിമുട്ടുള്ള, അതായത് കുട്ടികൾ ഏകദേശം ഒരു 3 വയസ്സ് ആ സമയത്താണ് ഇത് കുട്ടികളിൽ നോട്ട് ചെയ്യുക. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ, ഇന്ററാക്ട് ചെയ്യാൻ, ഐ കോണ്ടാക്ട്, ഇതിനൊക്കെ പ്രയാസം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ഓക്കെ, so that is not a learning disability. So next question. പിയാഷെയുടെ അഭിപ്രായത്തിൽ അനിമിസം സാധാരണയായി കാണപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? ഇൻ പിയാഷെസ് തിയറി അനിമിസം ഈസ് കോമൺലി സീൻ ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ്? ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേജ്, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അനിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അനിമിസം എന്ന് പറഞ്ഞാല് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നല്, അതാണ് അനിമിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ കുട്ടികളിലെ ടോയ്സിനൊക്കെ വെച്ചിട്ട് അതിനോട് സംസാരിക്കും, അതിന് ഫുഡ് കൊടുക്കും, അതൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? കുട്ടികൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അതിനെ കുളിപ്പിക്കും, അതിന് ഒരു ജീവനുള്ള ഒരു വസ്തുവോട് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുക അതൊക്കെ ആ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് അനിമിസം എന്ന് പറയാം. അത് ഏത് ഘട്ടത്തിലാണ്?
അല്ലെ? കുട്ടികളിൽ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അത്. 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ 2 to 7 years ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പീരീഡ്. ആ ഒരു പീരീഡിലാണ് കുട്ടികൾക്ക് അനിമിസം എന്ന് പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ പ്രത്യേകത സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. സോ ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, അനിമിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ബയോളജിക്കൽ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ചൈൽഡ് ഡെവലപ്മെന്റ്? കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന ജൈവ ഘടകം ഏതാണ്? ഓപ്ഷൻ എ സ്കൂൾ, ഓപ്ഷൻ ബി പിയർ ഗ്രൂപ്പ്, ഓപ്ഷൻ സി ഹെറിഡിറ്റി ആൻഡ് ഓപ്ഷൻ ഡി കൾച്ചർ. ഇതിലേതാണ് ജൈവ ഘടകം? ഓക്കെ, വീണ്ടും ഫോക്കസിന്റെ പഠിതാക്കൾ വളരെ കറക്റ്റ് ആൻസർ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഹെറിഡിറ്റി. ഹെറിഡിറ്റി തന്നെയാണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം എന്താണ്? പിന്നെ ജൈവ ഘടകങ്ങളല്ല. ജൈവ ഘടകം എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ജനിതകമായിട്ട് പാരമ്പര്യത്തിലൂടെ ജീനുകളിലൂടെ കിട്ടുന്ന ക്വാളിറ്റിയാണ് എന്ത്? ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ആരും തെറ്റ് ആൻസർ മാർക്ക് ചെയ്യല്ലേ കേട്ടോ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കി കഴിഞ്ഞ് ഫോക്കസിന്റെ പഠിതാക്കള് തെറ്റിക്കൂല എന്നുള്ളത്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹെറിഡിറ്റി. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്? നിർമ്മിതവാദ പഠന രീതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ഏതാണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിന്, നിർമ്മിതവാദ പഠനത്തെ ഏറ്റവും നന്നായി വിവരിക്കുന്ന ഓപ്ഷൻ എ ലേണിംഗ് ത്രൂ മെമ്മറൈസേഷൻ, ഓപ്ഷൻ എ മനപ്പാഠത്തിലൂടെയുള്ള പഠനം, ഓപ്ഷൻ ബി നോളജ് ഈസ് ട്രാൻസ്മിറ്റഡ് ഡയറക്ട്ലി ഫ്രം ടീച്ചർ ടു ലേണർ, അറിവ് അധ്യാപകനിൽ നിന്ന് നേരിട്ട് വിദ്യാർത്ഥിയിലേക്ക് കൈമാറപ്പെടുന്നു, ഓപ്ഷൻ സി ലേണേഴ്സ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് നോളജ് ത്രൂ എക്സ്പീരിയൻസസ്, പഠിതാക്കൾ അനുഭവങ്ങളിലൂടെ അറിവ് സ്വയം നിർമ്മിക്കുന്നു, ഓപ്ഷൻ ഡി ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റീഇൻഫോഴ്സ്മെന്റ്, പഠനം ബലപ്പെടുത്തലിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഓപ്ഷൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഉചിതമാണ് എന്ന് തോന്നുന്നത് മാർക്ക് ചെയ്യുക. അപ്പോ നമ്മൾ പറഞ്ഞു എല്ലാവരും തന്നെ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് തെറ്റിപ്പോവോ എന്നുള്ള രീതിയിൽ ആരും ആൻസർ മാർക്ക് ചെയ്യാതിരിക്കണ്ട. കാരണം തെറ്റിയാൽ എന്ത് ചെയ്യുക? നിങ്ങൾ മാർക്ക് ചെയ്യുക. അതാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത് അല്ലെ, അതാണ് ധൈര്യം. തെറ്റിയാലും തെറ്റോ ശരിയോ നോക്കാതെ കറക്റ്റ് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. തെറ്റിയാൽ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. നമ്മളൊരു കാര്യം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ തെറ്റിയ കാര്യം നമ്മുടെ മനസ്സിൽ എന്നും അത് ഓർമ്മ ഉണ്ടാവും എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ആവൂലേ എന്നുള്ള രീതിയിലൊന്നും മാർക്ക് ചെയ്യാതിരിക്കണ്ട, എല്ലാവരും മുന്നോട്ട് വരിക. ഓക്കെ, ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ, പഠിതാക്കൾ അനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിന്റെ പ്രധാന കൺസെപ്റ്റ്. കൺസ്ട്രക്ട് ചെയ്യാണല്ലേ, അവര് നിർമ്മിക്കുകയാണ്. ഒരു നിർമ്മിതവാദ പഠന രീതി എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കഫോൾഡിംഗ് ഇൻ ക്ലാസ് റൂം ടീച്ചിങ്? സ്കഫോൾഡിംഗ് അതിന് ഉദാഹരണം ഏതാണ്? അല്ലെ, സ്കഫോൾഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓപ്ഷൻ എ തെറ്റായ ഉത്തരത്തിന് ശിക്ഷ നൽകുക, ഓപ്ഷൻ ബി വിദ്യാർത്ഥിക്ക് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്നതുവരെ താൽക്കാലിക സഹായം നൽകുക, ഓപ്ഷൻ സി എല്ലാ ഉത്തരങ്ങളും മനഃപ്പാഠമാക്കാൻ ആവശ്യപ്പെടുക, ഓപ്ഷൻ ഡി എഴുത്തു പരീക്ഷ മാത്രം നടത്തുക. ഏതാണ് സ്കഫോൾഡിങ്? യെസ്, ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാല് ഇതിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ്? ഓപ്ഷൻ എ ഗിവിംഗ് പണിഷ്മെന്റ് ഫോർ റോങ് ആൻസേഴ്സ്, ഓപ്ഷൻ ബി പ്രൊവൈഡിംഗ് ടെമ്പററി സപ്പോർട്ട് അണ്ടിൽ ദ ലേണർ ബിക്കംസ് ഇൻഡിപെൻഡന്റ്, ഓപ്ഷൻ സി ആസ്കിംഗ് സ്റ്റുഡൻസ് ടു മെമ്മറൈസ് ഓൾ ആൻസേഴ്സ്, ഓപ്ഷൻ ഡി കണ്ടക്ടിങ് ഓൺലി റിട്ടൺ എക്സാമിനേഷൻസ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വിദ്യാർത്ഥിക്ക് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്നത് വരെ താൽക്കാലിക സഹായം നൽകുക. അല്ലെ, വിദ്യാർത്ഥികളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആവുന്നത് വരെ താൽക്കാലിക സഹായം നൽകി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്കഫോൾഡിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അത് വൈഗോട്സ്കിയുടെ ഒരു കൺസെപ്റ്റ് ആണല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ZPD, അതുപോലെ സ്കഫോൾഡിംഗ്, മോർ നോളജബിൾ അതർ എന്നുള്ളതൊക്കെ ആരുടെ കൺസെപ്റ്റുകളാണ്? വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് ആണ്. അടുത്തത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണം അല്ലെ. നമ്മൾ നേരത്തെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണം കണ്ടിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള കൺസെപ്റ്റ് ആണ്.
ഏതുമായി ബന്ധപ്പെട്ട്? കേട്ടിട്ട് എക്സാമുമായി ബന്ധപ്പെട്ട്. സോ ഓപ്ഷൻ എ റീഡിംഗ് ബിക്കോസ് ഓഫ് ക്യൂരിയോസിറ്റി, കൗതുകം കാരണം വായിക്കുക. ഓപ്ഷൻ ബി സോൾവിംഗ് പസിൽസ് ഫോർ എൻജോയ്മെന്റ്, ആസ്വദിക്കാൻ പിന്നെ പസിൽ പരിഹരിക്കുക. ഓപ്ഷൻ സി സ്റ്റഡിങ് ടു റിസീവ് എ പ്രൈസ്, സമ്മാനം ലഭിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഓപ്ഷൻ ഡി ലേണിംഗ് എ സോങ് ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യം കാരണം പാട്ട് പഠിക്കുക. അപ്പൊ ഇതിലെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണം ഏതാണ്? ഓക്കെ, കറക്റ്റ് ആൻസറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. എക്സ്റ്റേണൽ ആയിട്ടുള്ള റിവാർഡ് ആണല്ലോ അല്ലെ സമ്മാനം എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ പുറമേ നിന്ന് എന്തെങ്കിലും സമ്മാനം കിട്ടാനേ. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കണം വേറൊരു കാര്യം, പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് എന്താണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ടു അവോയ്ഡ് സംതിങ്. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതി, ഇപ്പം അടി കിട്ടുന്നത് അല്ലെങ്കിൽ വഴക്ക് കിട്ടുന്നത്, ഇതൊക്കെ പിന്നെ അത് പേടിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതും എന്താണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇൻട്രസ്റ്റോട് കൂടിയിട്ട്, സ്വന്തമായിട്ടുള്ള താല്പര്യത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്യൂരിയോസിറ്റി ആസ്വദിക്കാന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പഠനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അല്ലാത്തതൊക്കെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A teacher appreciates a student immediately after giving the correct answer. This is an example of. ഒരു വിദ്യാർത്ഥി ശരിയായ ഉത്തരം പറഞ്ഞ ഉടൻ അധ്യാപകൻ പ്രശംസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? ഓപ്ഷൻ എ പണിഷ്മെന്റ്, ഓപ്ഷൻ ബി റീഇൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ സി എക്സ്റ്റിങ്ഷൻ, ഓപ്ഷൻ ഡി ജനറലൈസേഷൻ. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, റീഇൻഫോഴ്സ്മെന്റ് ബലപ്പെടുത്തൽ, എക്സ്റ്റിങ്ഷൻ വംശനാശം, മറ്റത് ഓപ്ഷൻ ഡി സാമാന്യവൽക്കരണം. ഇതിലേതാണ്? അല്ലെ, കുട്ടികളെ ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഏതിലാണ് വരിക? അല്ലെ, അത് നമ്മളെല്ലാവരും ചെയ്യേണ്ട, എന്നാൽ പലപ്പോഴും പിന്നെ നമ്മള് മടി കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ സംഗതി എന്ന് പറയുന്നത് അല്ലെ. റീഇൻഫോഴ്സ്മെന്റ്, കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. അത് കുറെ വലിയ സംഖ്യ ചെലവാക്കിയിട്ട് എന്തെങ്കിലും ട്രോഫി വാങ്ങിക്കൊടുക്കണമെന്നോ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്നല്ല. പുറത്തൊരു ഷോൾഡറിൽ ഒരു തട്ടല്, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൽ, ഒരു തലോടൽ, അല്ലെങ്കിൽ എന്താണ് വാവ് അല്ലെ, ഒരു എക്സ്പ്രഷൻ, അതും എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ കുട്ടികൾ ചെയ്യുന്ന ഓരോ നല്ല നല്ല ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുക? അവരെ ബലപ്പെടുത്തുക അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളത് ഒരു അധ്യാപകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു പിന്നെ വിദ്യാർത്ഥിക്ക് പഠനത്തിൽ താല്പര്യം ഉണ്ടാവാനേ ഒക്കെ എന്താണ്? വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ഇൻഷാല്ലാ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക? വളരെ ഇൻട്രസ്റ്റോട് കൂടി, ഇൻട്രിൻസിക് മോട്ടിവേഷനോട് കൂടിയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കലും പുറമേ നിന്നുള്ള ഒരു തള്ളലിന്റെ ആവശ്യമില്ല. നമ്മളെല്ലാം മുതിർന്ന വ്യക്തികളാണ്. നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും നമുക്ക് വേണ്ടിയിട്ട് പഠിക്കാനും നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോ ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ കൊണ്ട് നടക്കണം. അതോടൊപ്പം കോൺഫിഡൻസ് അല്ലേ, നമുക്ക് കഴിയും എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിലിപ്പോ കുറെ പേര് നല്ല രീതിയിൽ ആൻസർ മാർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് മറ്റുള്ളവര് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും എന്ത് ചെയ്യുക? റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക, റിവിഷൻ നടത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ തന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. എല്ലാവർക്കും ഇപ്രാവശ്യം തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.